ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കിയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗുജിയ ആണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആണ്. നമ്മൾ ഓണത്തിനൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ദീപാവലിക്കും ഹോളിക്കും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആണിത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂട്ടത്തിൽ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 4 സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്തെങ്കിലേ നമ്മുടെ ഈ സ്വീറ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഈ നെയ്യ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം എടുത്തൊഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവൂ. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ ബൗളിന് 1 ബൗള് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഗുജിയയ്ക്ക് അനുസരിച്ച് വേണം നമുക്ക് ഇതിനകത്ത് റവ ചേർത്ത് കൊടുക്കാൻ. ഇത് ഫില്ലിങ്സിനായിട്ട് ഉള്ളതാണ്. ഇനി ഇത് ചെറിയ തീയിൽ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒട്ടും കൂട്ടി വെക്കരുത്, റവ കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ച് നല്ല ടൈം എടുത്ത് തന്നെ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ മൂത്തതിന്റെയും നെയ്യുടെയും കൂടെ നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. ഇനി ഈ തേങ്ങയുടെ ചേർത്ത് തേങ്ങയുടെ വെള്ളമയം ഒക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഈ റവയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു 2 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് എത്ര ചേർത്ത് കൊടുക്കുന്നോ അത്രയും നല്ലതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ സ്വീറ്റ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ ഈ റവയൊക്കെ ഒന്ന് നനഞ്ഞു വരുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം. ചെറിയൊരു നനവ് മാത്രമേ ആകാവൂ. ഇത് കുറച്ച് നട്ട്സ് ആണ്. കുറച്ച് കശുവണ്ടിയും കിസ്മസും അതുപോലെ കുറച്ച് കപ്പലണ്ടിയും ഉണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നട്ട്സ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂണ് മിൽക്ക് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഗുജിയയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു നൂൽ പരുവത്തിൽ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്, കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പഞ്ചസാര അടിക്ക് പിടിക്കും. നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം. എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇതിലേക്ക് 1 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവേ ആകാവൂ. ഒരുപാട് സ്റ്റിക്കി ആകരുത്. എന്നാൽ ഈ ഒരു ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാവുകയും വേണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഡോ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തു വെച്ചിട്ടുണ്ട്.
കണ്ട് ഈ മോൾഡിലാണ് നമ്മൾ ഗുജിയ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ മാർക്കറ്റിലൊക്കെ 25-30 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിലുണ്ടാക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും. കണ്ടോ, ഇത് പല ഷേപ്പിലും ഈ മോൾഡ് കിട്ടാറുണ്ട്. കണ്ടോ, ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതില്ലാതെയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമ്മുടെ ഡോയെ ഒരു ചെറിയ ബോളാക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് മാവും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. വളരെ കനം കുറച്ച് വേണം നമ്മളിത് പരത്തിയെടുക്കാന്, ഒരുപാട് കനമാകരുത്. തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കണ്ട, ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ മോൾഡ് കവർ ചെയ്ത് കിടക്കുന്ന രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അത്രയും വലുപ്പത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫില്ലിങ്സ് മാത്രമേ വെച്ചു കൊടുക്കാവൂ. ഒരുപാട് വെച്ചു കൊടുത്താൽ ഇത് പൊട്ടിപ്പോകും. എന്നിട്ട് രണ്ട് സൈഡാണ്ട് ഇതേപോലെ നന്നായിട്ട് അമർത്തി കൊടുക്കണം. നന്നായിട്ട് തന്നെ അമർത്തി കൊടുക്കണം. രണ്ട് സൈഡ് നന്നായിട്ട് ഒട്ടിക്കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഇത് പൊട്ടിയിട്ട് ഫില്ലിങ്സ് ഒക്കെ എണ്ണയിലേക്ക് പോകും. എന്നിട്ട് ബാക്കി വരുന്ന മാവ് താണ്ട് ഇതേപോലെ ഇനി എടുത്താൽ മതി. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ കിട്ടും. നല്ല രസമല്ലേ കാണാന്? ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നല്ല കനം കുറച്ച് തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. എങ്കിലേ നമുക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇത് മോൾഡ് ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. പഴയതുപോലെ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിലേക്ക് ഇട്ടിട്ട് ബാക്കി നമ്മുടെ എഴുതിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ട് ഇതേ രീതി വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ ഒന്ന് പുരട്ടിയിട്ട് ഇതിന്റെ ചുറ്റിനും ഇതേപോലെ ഒന്ന് തേച്ചു കൊടുക്കണം. നന്നായിട്ട് ഒട്ടി കിട്ടാനായിട്ടാണ്. എന്നിട്ട് ഇതുപോലെ താണ്ട് ചേർത്ത് മടക്കി രണ്ട് സൈഡും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഒട്ടിക്കിട്ടണം. കണ്ടോ, ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ സീഡ്സിന് കരാഞ്ചി എന്നും പറയാറുണ്ട് കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചിട്ട് താണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. നമ്മുടെ തള്ളവിരൽ വെച്ചാണ്ട് ഇതേപോലെ അമർത്തിയിട്ട് തിരിച്ച് അകത്തോട്ട് മടക്കി വെക്കണം. ആണ്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ആ ഭാഗം ഇങ്ങനെ അകത്തേക്ക് മടക്കി വെക്കുമ്പോൾ താണ്ട് ഇതേപോലെ നല്ലൊരു ഡിസൈൻ കിട്ടും. നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോകത്തുമില്ല. കണ്ടോ, ഇതേപോലെ കണ്ടോ, ഈ ഒരു ഡിസൈന് കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് വേണം പരത്തിയെടുക്കാൻ. മറ്റേ നമ്മൾ മോൾഡിലാകുമ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്തങ്ങ് പോകുമല്ലോ. ഇനി ഞാൻ വേറൊരു ഷേപ്പ് കാണിച്ചു തരാം. പഴയതുപോലെ തന്നെ ഞാൻ പരത്തി എടുത്തിട്ട് അതിനകത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും ചുറ്റിനൊന്ന് പുരട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ആണ്ട് ഇതുപോലെ ഫോർക്ക് എടുത്ത് വെച്ചിട്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഫോർക്ക് കാണുമല്ലോ, അതുകൊണ്ട് താണ്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ഒരു ഡിസൈൻ ഉണ്ടാവും. കണ്ടോ, ഇതേ രീതിയിൽ. ഇനി തിരിച്ചു വെച്ച് ആ സൈഡും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കണ്ട, അപ്പൊ ഇങ്ങനെ നമുക്ക് മോൾഡ് ഇല്ലെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും മോൾഡിലാണ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂ. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കുകയും വേണം. കാരണം നമ്മൾ ഇത് കനം കുറച്ച് ഉണ്ടാക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരം ഒരു സൈഡ് എണ്ണയിൽ ഇട്ട് വെക്കരുത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കനക്കുറവായതുകൊണ്ട്. അതുകൊണ്ട് തിരിച്ചും മറിച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം.
ഇപ്പൊ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ദാണ്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ടിത് കോരി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ എന്താ ഞാൻ എല്ലാം ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പിന് കുറച്ച് ചൂട് വേണം, ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പിൽ വേണം ഇട്ട് വെക്കാൻ. ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണിത്. ഇപ്പൊ ഞാൻ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പൊ എല്ലാവരും ഈ ഹോളിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു.